ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. കഷ്ടനഷ്ടം ഏറിടിലും ഇഷ്ടരായോർ മാറിടിലും, കഷ്ടനഷ്ടം ഏറിടിലും ഇഷ്ടരായോർ മാറിടിലും, കഷ്ടതയിൽ തുഷ്ടി നൽകും കർത്തനേശു ക്രിസ്തു മതി. കഷ്ടതയിൽ തുഷ്ടി നൽകും കർത്തനേശു ക്രിസ്തു മതി. നാഥ നിൻ തിരുസവിധേ ഇന്നു താണുവണങ്ങിടുന്നു. നാഥ നിൻ തിരുസവിധേ ഇന്നു വീണുവണങ്ങിടുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. ദൈവം ഇസ്രായേലിനോട് പറയുന്ന വാക്കാണിത്. വളരെ വേദനയോടെയാണ് ദൈവം ഈ വാക്ക് ഇസ്രായേലിനോട് പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്ന്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ദൈവം എത്രയോ പരിശുദ്ധനായ ദൈവമാണ്. സറാഫുകളും ദൂതഗണങ്ങളും അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി എത്രയോ വലുതാണ്. അവിടുന്ന് എത്രയോ വിശുദ്ധനായ ഉന്നതനായ ശ്രേഷ്ഠനായ ദൈവമാണ്. അല്പം പോലും ദൈവത്തിൽ അശുദ്ധിയില്ല. പരിപൂർണനായി അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. ആ വിശുദ്ധനായ ദൈവം അശുദ്ധനായ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് കാൽവറിയിലെ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രാണനെ നൽകി പാപിയായ മനുഷ്യനെ രക്ഷിച്ചത് എന്നുള്ളത് ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഥവാ വാസ്തവമായും വിശുദ്ധനായ ദൈവപുത്രൻ പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും മഹാപുരോഹിതൻ്റെയൊക്കെ ന്യായപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അവിടുന്ന് എത്രയോ വിശുദ്ധനായിരുന്നു എന്നുള്ളത്. ആ ദൈവം, ആ വിശുദ്ധനായ ദൈവം ഇന്ന് സ്വർഗത്തിൽ വിശുദ്ധിയോടെ വസിക്കുകയാണ്. അപ്പോൾ എന്നും എക്കാലത്തും വിശുദ്ധനായ ആ ദൈവം, ഒരശുദ്ധിയുമില്ലാത്തവൻ, ഒരു കളങ്കവുമില്ലാത്തവൻ, ഒരു ദോഷവുമില്ലാത്തവൻ, ഒരു ഊനവുമില്ലാത്ത ആ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന വാക്കാണ്: നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്ന്. അപ്പോൾ ദൈവം അശുദ്ധനല്ല, എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുവാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ള കാര്യം നമ്മുടെ കർത്താവ് തന്നെ അഥവാ ദൈവം തന്നെ ഇവിടെ പറയുകയാണ്. ദൈവം അശുദ്ധമാകുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകുന്നു. ദൈവനാമം അശുദ്ധമാക്കപ്പെടുവാൻ ഇടയാകുന്നു. അതാര് മുഖാന്തരമാണ്? ദൈവം മുഖാന്തരമല്ല, അഥവാ ദൈവം താൻ മുഖാന്തരം തൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്നല്ല. പിന്നെയോ ഇസ്രായേലിനോടാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്ന്. 11-ാമത്തെ വാക്യത്തിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം വലുതാകുന്നുവല്ലോ എന്നാണ്.
ജാതികളുടെ ഇടയിൽ ദൈവനാമം വലുതായിരിക്കുകയാണ്. ജാതികൾ ദൈവത്തെ സ്തുതിക്കുന്നു, ജാതികൾ ദൈവത്തെ അനുസരിക്കുന്നു, ജാതികൾ ദൈവത്തെ ഭയപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞപ്പോൾ അത് ഭയപ്പെട്ടിരുന്നു, ജാതികൾ ദൈവനാമത്തെ സ്തുതിച്ചിരുന്നു എന്നല്ല, അല്ലെങ്കിൽ സ്തുതിക്കും വരുന്ന നാളുകൾ ഭാവിയെ നോക്കി പറയുന്നതുമല്ല. വർത്തമാന കാലഘട്ടത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തുതിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ മലാഖിയുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അത് വർത്തമാന കാലഘട്ടമായി പറഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തെ ജാതികൾ സ്തുതിക്കുന്നു, ജാതികൾ ദൈവത്തെ ഭയപ്പെടുന്നു, ജാതികൾ ദൈവത്തെ ബഹുമാനിക്കുന്നു, ജാതികൾ ദൈവനാമത്തെ പുകഴ്ത്തുന്നു, ജാതികൾ ദൈവമുമ്പാകെ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്നു, ഭയപ്പെടുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്നാൽ വളരെ സങ്കടം, വളരെ വിഷമം തോന്നുന്ന ഈ കാര്യം നാം പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എനിക്ക്. എന്താ അത്? നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്ന് ദൈവം ഇസ്രായേലിനോട് വേദനയോടെ പറയുക. നാളുകൾ എത്ര കഴിഞ്ഞു, ദൈവം വാക്ക് പറഞ്ഞു, ഇന്ന് ഇതിനെന്ത് പ്രസക്തി ബ്രദറെ എന്നൊരു പക്ഷേ താങ്കൾ എന്നോട് ചോദിക്കുമായിരിക്കും. എന്നാൽ ഈ കാര്യം താങ്കൾ എന്നോടല്ല ചോദിക്കേണ്ടത്, നേരിട്ട് ദൈവത്തോട് ചോദിക്കുക. ദൈവമേ, അല്ലയോ ദൈവമേ, ഈ വാക്യത്തിന് ഇന്നെന്ത് പ്രസക്തി? ജാതികളും ദൈവത്തെ അറിയുവാൻ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ആര് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നുവോ, യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് രക്ഷാകരമായ പദ്ധതി ഒരുക്കിയിരിക്കുന്നു. ആര് വിശ്വസിക്കുന്നവർക്ക് രക്ഷ ദൈവം ദാനമായി നൽകുന്നു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാനും ഒരു ദൈവപൈതലായ മനുഷ്യനാണ്. ഞാൻ ഏതു വിധത്തിലാണ് കർത്താവെ നിന്നെ സ്തുതിക്കുന്നത്, എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും ദൈവം താങ്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇന്ന് ചില ചിന്തകളെ നൽകിത്തരും. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ താങ്കളോടും ദൈവം പറയും. നീ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്ന്. അവിശ്വാസികളായവർ, ശരിയായി വിശ്വസിക്കാത്ത ആളുകൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ, കർത്താവായി യേശു എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നിടത്ത്, ഇന്ന് വിശ്വാസി എന്ന് പറയുന്ന ഞാനും താങ്കളും, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന ഞാനും താങ്കളും മുഖാന്തരം നമ്മുടെ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഏത് വിധത്തിലാണ് അത് ദുഷിക്കപ്പെടുന്നത്? ഇവിടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, എന്താ പറയുന്നത്? അവൻ്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദ്യം ആകുന്നു എന്ന് പറയുന്നതിനാൽ, ഒന്ന്, അതിൻ്റെ ആരംഭത്തിൽ നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു. പിന്നെയോ അതിൻ്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നതിനാൽ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നുവെന്നാണ്. ഞാനതിങ്ങനെ പറയട്ടെ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ വാക്കുകൾ, അവർ പറയുന്ന ആ വാക്കുകൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു, ദൈവനാമം അശുദ്ധമാക്കപ്പെടുന്നു. അതാണ് കാര്യം. ഇന്ന് സ്നേഹിതരെ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ, സമൂഹമധ്യേ നമ്മുടെ വാക്കുകൾ നിമിത്തം, ഞാനൊന്നുകൂടി കടത്തി പറഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ നിമിത്തം, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തം, നമ്മുടെ സാക്ഷ്യം നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവനാമം അശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ളത്. എത്രയോ ആളുകളെ നോക്കി ജാതികളായ ആളുകൾ പറയുന്നു, ഇവൻ എന്തോന്ന് ക്രിസ്ത്യാനിയാ, ഇവൻ എന്തോന്ന് വിശ്വാസിയാ, അവൻ്റെ സ്വഭാവം കണ്ടോ, ആ സഹോദരൻ്റെ ആ സഹോദരിയുടെ സ്വഭാവം നോക്ക്, അവരുടെ സംസാരം കേട്ട് നോക്ക്, വിശ്വാസിയാന്ന് പോലും തോന്നത്തില്ല.
അപ്പം നമ്മൾ മുഖാന്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അശുദ്ധമാക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെടുത്തിയത് മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടുന്നു. കർത്താവിൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. നമ്മളെല്ലാം ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ വഹിക്കുന്നവൻ, ക്രിസ്തു ഹൃദയത്തിലുള്ളവൻ, ആ നാമം ധരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. ദൈവദാസന്മാരാകട്ടെ വിശ്വാസികളാകട്ടെ എല്ലാവരും ആ ഗണത്തിൽപ്പെടും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ വ്യക്തമായ ജീവിതം മുഖാന്തരം ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ മുഖാന്തരം, നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം, നമ്മുടെ ജീവിതം മുഖാന്തരം നാം ദൈവനാമത്തെ ഉയർത്തുന്നില്ലെങ്കിൽ, അതിൻ്റെ മറുവശം ദൈവനാമം ദുഷിക്കപ്പെടുന്നു, ദൈവനാമം അശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. എൻ്റെയും താങ്കളുടെയും ജീവിതം ഈ നാളുകളിൽ എങ്ങനെയാണ്? ഞാനും താങ്കളും ജീവിച്ചു പോകുന്ന സമൂഹത്തിൻ്റെ മധ്യേ നമ്മളുടെ സാക്ഷ്യം എങ്ങനെയാണ്? അവിശ്വാസികളുടെ മധ്യേ നമ്മുടെ സംസാര രീതി എങ്ങനെയാണ്? ഈ ദിവസങ്ങളിൽ ദൈവത്തോട് തന്നെ ചോദിക്കുക, കർത്താവേ, ഞാൻ മുഖാന്തരം നിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ടോ? ജാതികളുടെ മധ്യേ നിൻ്റെ നാമത്തെ ഞാൻ അശുദ്ധമാക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ കുറവ് എന്നെ കാണിച്ചു തരികയും ആ കുറവ്, ആ തെറ്റ് തിരുത്തി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ എന്നിൽ അവിടുത്തെ കൃപ തരണമേ, എന്നെ അതിലേക്ക് നയിക്കണമേ, എന്നെ അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയാൽ നിശ്ചയമായിട്ടും നമ്മൾ ഓരോരുത്തരും മുഖാന്തരം ദൈവനാമം പ്രശംസിക്കപ്പെടും, ദൈവനാമം ഉയർത്തപ്പെടും, നമ്മുടെ ദൈവം വിശുദ്ധനാണെന്ന് ലോകം അറിയുവാനിട വരും. അങ്ങനെ വരുന്ന നാളുകളിൽ ദൈവനാം മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.